ഹലോ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഇടിഞ്ചക്ക. ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ചക്ക, ചെറിയ മൂക്കാത്ത ചക്കേനെയാണ് നമ്മളിവിടെ ഇടിയഞ്ചക്ക എന്ന് പറയുന്നത്. ഇതെടുത്ത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നല്ല വൃത്തിയിൽ കളഞ്ഞെടുക്കണേ. നന്നായിട്ട് തൊലി കുറച്ച് നന്നായിട്ട് ഇങ്ങനെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് നടുവേ മുറിച്ചെടുക്കാം. കുറേ നാട്ടിൽ ഇതിപ്പം ചക്ക ആയിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ കാസർഗോഡെല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ. മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഇടിഞ്ചക്ക തോരൻ എന്ന് പറയുന്നത്. ഇടിഞ്ചക്ക ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ആ കഷ്ണം അങ്ങ് മുറിച്ച് കളയണം. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തത്. ഞാനിത് കഷ്ണങ്ങളാക്കി എല്ലാം മുറിച്ച് മൺചട്ടിയിലിട്ടു. നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. ഞാൻ ഈ കഴുകുന്ന വീഡിയോ എടുത്തില്ല. ഇത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഇത് ഇടിച്ചെടുക്കണം കേട്ടോ. ഈ ചക്ക നന്നായി ഇടിച്ചെടുത്തതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. അതിലേക്ക് കറിവേപ്പില, നമ്മൾ ഇടിച്ച് വെച്ച ചുവന്ന മുളക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ച ചക്കയില്ലേ, ആ ചക്കയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ മൂപ്പിച്ച മുളക് ചക്കയിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ആ മൂപ്പിച്ച മുളകും ഈ ചക്കയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ നേരത്തെ ചിരവി വെച്ച തേങ്ങ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അത് നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അടാർ ഐറ്റം തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.